नमस्ते जगल्पते नमस्ते रमापते नमस्ते दाशरथे नमस्ते सतां पते നമസ്കാരം. രാമായണ പാരായണത്തിന്റെ 23ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം രാവണന്റെ ഇച്ഛാഭംഗം. സീതാദേവിയെ സെൻസർബാവിഷ ചുവട്ടിൽ ഇരുത്തിക്കൊണ്ട് അനേകം രാക്ഷസിമാരെ കൊണ്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടും നടക്കാതെ വന്നതിന് ശേഷം രാവണൻ നേരിട്ട് വന്ന് തന്നെ സീതാദേവിയെ പ്രലോഭിപ്പിക്കുവാൻ നോക്കുകയാണ്. പക്ഷേ അതിനെല്ലാം ശക്തമായി എതിർത്തു നിന്നുകൊണ്ട് തന്നെയാണ് സീതാദേവി രാവണനോട് പ്രതികരിക്കുന്നത്. ഇവിടെ ഈ എപ്പിസോഡിന്റെ പ്രാധാന്യം എന്താണ് എന്ന് നമ്മുടെ ആചാര്യൻ ശ്രീ ഗോപിനാഥ് പുത്രുക്കയോട് ചോദിച്ചു മനസ്സിലാക്കാം. രാവണൻ പ്രഭുവാണ്, സ്വർണമയിയായ ലങ്കയുടെ നാഥനാണ്, രാക്ഷസ ചക്രവർത്തിയാണ്. ഇതൊക്കെ നമുക്ക് അറിയാം. ആ രാവണൻ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത് മറ്റാരെയുമല്ല, ലോകമാതാവായ സീതാദേവിയാണ്. ഈ രാമായണത്തിലെ രണ്ട് സങ്കല്പങ്ങളുണ്ട്. ആത്മാരാമ സങ്കല്പമുണ്ട്, രാക്ഷസ പ്രഭുത്വ സങ്കല്പമുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള പോരാട്ടമാണ് അന്ന് മുതൽ ഇന്ന് വരെ ഈ ലോകത്ത് നടക്കുന്നത്. ഇവിടെ ശൃണു സുമുഖി തവ ചരണ നളിന ദാസോസ്മ്യകം എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് രാവണൻ സീതയെ അനുനയിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ശൃണു കേട്ടാലും, അലയോ സുമുഖി സുന്ദരി, ഞാൻ നിന്റെ ചരണ നളിന ദാസോസ്മ്യകം, നിന്റെ പാദങ്ങളുടെ ദാസനാണ്, നിന്റെ പാദ പൂജ ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാണ് രാവണൻ സീതയെ സമീപിക്കുന്നത്. അത്രമാത്രം. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയോട് അപ്രകാരം സംസാരിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയിൽ നിന്നും അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടാകാം. പുരുഷവർഗത്തിന്റെ പുകഴ്ത്തലിൽ വീണുപോകുന്നവരാണ് ഭൂരിഭാഗം സ്ത്രീജനങ്ങളും. അതൊരു ലോക നിയമം മാത്രമാണ്. പക്ഷെ ഇവിടെ സീതാദേവിയെ ആണ് അദ്ദേഹം തന്റെ പരിധിയിൽ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് സീതയെ അനുനയിപ്പിക്കുക, സീതാദേവിയെ അനുനയിപ്പിച്ച് തന്റെ പത്നിയാക്കി തീർക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് രാവണനുള്ളത്. പക്ഷേ സീതയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമായി തോന്നുന്നില്ല. അപ്പോൾ സീതയെപ്പോലുള്ള സതീരത്നങ്ങൾ ആണ് വാസ്തവത്തിൽ ഈ സ്ത്രീ ശാക്തീകരണത്തിന്റെ വക്താക്കളെന്ന് വിളിക്കപ്പെടാൻ അർഹതയുള്ളവർ. അവരാണ് ശരിക്കും സ്ത്രീ ശക്തിയാണ്. സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുമ്പോൾ അവരെ മാതൃകയാക്കേണ്ടത് മൈഥിലിയാണ്. ഒരു രാക്ഷസ പ്രഭുത്വത്തിന്റെയും അരാജകത്വത്തിന്റെയും ചൊല്ലുപിടിക്ക് നിൽക്കാതെ ധർമ്മ വിഗ്രഹയായി, സമരനായികയായി വിരാജിക്കുന്ന മഹാരാജ്ഞി പദമലങ്കരിക്കുന്ന സീതാദേവിമാരാണ് ലോകത്തെ സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകങ്ങളെന്ന്, അല്ലെങ്കിൽ സീതമാരാണ് പ്രതീകങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സീത പറയുന്നത് എന്താണ്? ആ സമയത്ത് ആരാണ് ഈ രാവണൻ? നീ ആരാണ്? വേഷം മാറി നടന്ന്, അവിടെയാണ് ഭിക്ഷുവിന്റെ വേഷം ധരിച്ച് അധുരത്തിൽ നിന്ന് ഒരു ശുനകൻ പുരോടാശം മോഷ്ടിക്കുന്നത് പോലെ എന്നെ നീ മോഷ്ടിച്ചു കൊണ്ടുവന്നു. അധുരം എന്ന് പറഞ്ഞ യാഗശാലയിൽ നിന്ന്. അപ്പൊ യാഗശാലയിൽ നിന്ന് ഒരു ശുനകൻ, ഒരു പട്ടി, പുരോടാശം യജ്ഞത്തിന്റെ ഒരു ദ്രവ്യമാണ്. ആ പുരോടാശം അപഹരിക്കുന്നത് പോലെയാണ് വേഷം മാറി വന്നാണ് എന്നെ അപഹരിച്ചത്. അങ്ങനെയുള്ള നീ നാളെ രാമന്റെ രാഘവ ശരം കൊണ്ട് വിദാരിതനായി തീരുക, അല്ലെങ്കിൽ മുറിവേൽക്കപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. നാളെ നീ, അതാണ് ദേവിയുടെ ആ ഒരു ആത്മവിശ്വാസവും ആത്മധൈര്യവും എന്ന് പറയുന്നത്. നാളെ നീ രാമബാണം കൊണ്ട് കീറിമുറിക്കപ്പെട്ടവനായി മാറ്റപ്പെടുന്ന ഒരു വ്യക്തിയായി പരിണമിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ മാറുമ്പോൾ
ആ രാവണന്റെ ആ ചാടുവാക്കുകളിൽ വീഴുവാൻ ഒരിക്കലും ഒരു സീതയും കിട്ടില്ല. സീതമാരൊരിക്കലും ചാടൂക്തികളിൽ, പുരുഷന്റെ ചാടൂക്തികളിൽ മയങ്ങി വീഴുന്നവരല്ല എന്ന് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കണം. ദേവിക്ക് യാതൊരു സംശയമില്ല, നാളെ രാമൻ ഇവിടെ വന്ന് യുദ്ധം നയിച്ച് രാവണവധവും നിർവഹിച്ച് സാർവഭൗമനായി എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന് സീതയ്ക്കറിയാം. അതാണ് സീതാമാതാവിന് ഇന്നും ലോകത്തുള്ള പ്രാധാന്യം. അപ്പോൾ സ്ത്രീ സമൂഹം മൈഥിലിയാണ് വാസ്തവത്തിൽ മാതൃകയാക്കേണ്ടത്. നമ്മുടെ ആർഷ ഭാരത സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ആർഷനാരിമാര്, ഇപ്പോൾ രജപുത്ര വനിതകളായാലും ഭാരതത്തിലെ ധീരവനിതകൾ ആരായാലും അവരൊക്കെ ഈ കുലപതുക്കളായി അന്നും ഈ ഭാരതത്തിൽ വിരാജിച്ചതുകൊണ്ടാണ് ഈ ഭാരതം സത്യ സനാതന ധർമ്മത്തിന്റെ ഭൂമിയായി നിലകൊള്ളുവാൻ കാരണം. ആ സ്ത്രീ ശാക്തീകരണമാണ് നമ്മുടെ സമ്പത്ത്. സീതമാരിലൂടെ രജോ ഗുണമുള്ള ഒട്ടനവധി നാരീരത്നങ്ങളിലൂടെ കൈമാറിപ്പോന്ന ആ സുഹൃതം ഇന്നും ഭാരതത്തിന്റെ ആ നാരീ സങ്കല്പമായി, നാരീ ശക്തിയായി വിരാജിക്കുന്നു എന്ന കാര്യം ഓരോരുത്തരും മനസ്സിലാക്കണം. ആ ദേവിക്ക് നമ്മുടെ പ്രണാമം. അത്തരം ദേവിമാരെ ഇനിയും സൃഷ്ടിക്കുന്നതിന് ജഗദംബയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പൊ രാമായണം വായിക്കുമ്പോൾ രാവണന്മാർക്ക് ഇച്ഛാഭംഗമുണ്ടാക്കുന്ന സതീ രത്നങ്ങളുടെ നാടായിരുന്നല്ലോ നമ്മുടെ ഭാരതമെന്ന് ഓർമ്മിക്കുമ്പോൾ അത് എത്രമാത്രം എത്രമാത്രം ഭാഗ്യം നൽകുന്ന ഒരു സംഭവമാണെന്ന് നമുക്ക് ബോധ്യപ്പെടണം. അതാണ് ഈ ഭാഗ്യം എന്ന് പറയുന്നത്, എല്ലാവർക്കും കിട്ടില്ല. അപ്പൊ ഭാരതത്തിൽ ജനിക്കുന്നത് തന്നെ മഹാഭാഗ്യമാണ്. ആ ഒരു ഭാഗ്യത്തിന് കാരണം ഇതുപോലുള്ള സതീരത്നങ്ങളുടെ ആ ധർമ്മ സമര യാത്രയാണ് എന്നുകൂടി നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഈ അവസരത്തിൽ ഈ ഒരു ഭാഗത്തെ മനനം ചെയ്യുമ്പോൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, എന്നാൽ ആധികാരികവും കാര്യമാത്ര പ്രസക്തവുമായിട്ടാണ് ഓരോ ഭാഗങ്ങളും നമ്മൾ ഇതുവരെ മനനം ചെയ്യുന്നത്. അതുകൂടി എല്ലാവരും മനസ്സിലാക്കണം. ഇത്രയും ദിവസത്തെ ഈ സത്സംഗത്തിൽ നാം ഒരിക്കലും ഒരു കഥയും പറഞ്ഞിട്ടില്ല. രാമായണ കഥ എല്ലാവർക്കും അറിയാം. പക്ഷെ രാമായണത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഭാഗങ്ങളാണ് നാം ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ നിരത്തിവയ്ക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും അത് മനസ്സിലാക്കണം. രാമായണം നമ്മുടെ മാർഗപ്രദർശന ഗ്രന്ഥമായിട്ട് മാറണം എന്നാണ് പറയുവാനുള്ളത്. തീർച്ചയായിട്ടും ആചാര്യൻ സൂചിപ്പിച്ച വളരെ വസ്തുനിഷ്ഠമായ കാര്യമാണ്. ഒരു രാമായണം നമ്മുടെ മാർഗപ്രദർശന ഗ്രന്ഥമായി മാറണമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെച്ചത്. എങ്ങനെ ആ ധർമ്മ പുരുഷന്മാരെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഇടവഴിയിലേക്കും സമന്വയിപ്പിക്കാം എന്ന ഒരു ചിന്തയും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഈ 23ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ജയ് ശ്രീറാം. ജയ് ശ്രീറാം. നമസ്തേ ജഗൽപതി.